കരൂർ ദുരന്തത്തിൽ മരണം 41ആയി. 50 പേർ ചികിത്സയിൽ തുടരുകയാണ്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടിവികെയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വിജയ്ക്ക് ദുരന്ത സ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കരൂരിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന വിജയുടെ പാർട്ടി ടിവികെ നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും ടിവികെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദികളായ തമിഴക വെട്രിക്കഴകത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കരൂരിലെത്തി ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പരിക്കേറ്റ 55 പേർ ആശുപത്രി വിട്ടെന്നും നിലവിൽ 50 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്തത്തിന് ശേഷം മൗനം തുടർന്ന വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും വിജയ് നടത്തിയിരുന്നില്ല. ദുരന്തത്തിന് ശേഷം ചെന്നൈ നീലങ്കരയിലെ വസതിയിലായിരുന്ന വിജയ് പുറത്തിറങ്ങിയെങ്കിലും കരൂരിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ദുരന്ത സ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി വിജയ്ക്ക് നൽകാനാകില്ലെന്ന് പോലീസും അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്റർ ഉയർന്നു. കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രങ്ങളോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണെന്ന് ടിവികെ ആരോപിക്കുന്നു. അതേസമയം വിജയ്ക്കെതിരെ തുടക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMKയിലെ ധാരണ. അതിനിടെ രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയിയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV.